നമസ്കാരം. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ജീവന് ഒരേ വിലയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാതെ സായിപ്പിൻ്റെ ജീവന് ഒരു കൂടുതൽ വില, അതുപോലെ തന്നെ അറബികളുടെ മക്കൾക്ക് കൂടുതൽ വില, അതുപോലെ ഇന്ത്യക്കാർക്ക് മറ്റൊരു വില, അല്ലെങ്കിൽ ആഫ്രിക്കൻസിന് വേറൊരു വില, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും തുല്യ മൂല്യമാണ് ജീവൻ്റെ വില എന്ന് പറയുന്നത് നമുക്കറിയാം. എന്നാൽ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏറ്റവും സജീവമായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ഇസ്രയേലും അതുപോലെ തന്നെ ഹമാസും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത്. അതിലേറ്റവും കൂടുതൽ ആൾക്കാരെ ഇത് ചർച്ച ചെയ്യാൻ പ്രേരിപ്പിച്ചതായിരിക്കുന്ന ഘടകം ഇസ്രയേല് ഗാസയിലെ ജനങ്ങളെ കൊന്നുമുടിക്കുന്നു എന്നുള്ളതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, സ്ത്രീകളെ കൊല്ലുന്നു, ഗർഭിണികളെ കൊല്ലുന്നു എന്നുള്ളതായിരുന്നു ഈ ചർച്ചക്കൊക്കെ ആധാരമായിരിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തൊരു വിഷയമാണിത്. അതുപോലെ തന്നെ ലോകത്തിലെ മാധ്യമങ്ങൾ വളരെയധികം സജീവമായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ഇത്. ആക്ടിവിസ്റ്റുകൾ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അവർ സാഹസികമായ യാത്രകൾ നടത്തി അങ്ങനെ ഗാസയിലേക്ക് വരാൻ ശ്രമിച്ചതായ വാർത്തകളൊക്കെ നമുക്കറിയാം. ഇസ്രായേൽ അവരെ അറസ്റ്റ് ചെയ്തു. ഗ്രെറ്റ തൻബർഗിനെ പോലുള്ള ആക്ടിവിസ്റ്റുകളൊക്കെ എന്ത് ചെയ്തു, ഇതിലേക്ക് ഇടപെടാനായിട്ട് ശ്രമിച്ചു. ഗാസയിൽ സമാധാനം കൊണ്ടുവരുവാനും ഗാസയിലെ പട്ടിണി മാറ്റുവാനും ഒക്കെ ശ്രമിച്ചതിൻ്റെ വാർത്തകൾ നമ്മൾ കണ്ടു. ഈ പറയുന്നതായ മനുഷ്യസ്നേഹികൾ എല്ലാവരും പറഞ്ഞ കാര്യം, ഗാസയിൽ എന്ത് ചെയ്യുന്നു, കുട്ടികൾ മരിക്കുന്നു, സ്ത്രീകൾ മരിക്കുന്നു, ഗർഭിണികൾ മരിക്കുന്നു, അത് മരിച്ചുകൂടാ എന്നുള്ളതായിരുന്നു അവരുടെ ആ വിലാപത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. ഇങ്ങനെ പട്ടിണി അനുഭവിക്കുകയും മരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വിലപിക്കുകയും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് മോശം കാര്യമൊന്നുമല്ല, നല്ല കാര്യമൊക്കെ തന്നെയാണ്. എന്നാൽ ഇങ്ങനെയുള്ള അനുകമ്പകൾ പലപ്പോഴും ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാത്രമായി പോകുന്നു എന്ന് പറയുന്നത് വളരെ ദുഃഖകരമാണ് എന്നുള്ളതാണ്. അത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ, ഇതേ സമയം തന്നെ മറ്റൊരു രാജ്യത്ത്, നമ്മളുടെ ആഫ്രിക്കയിലെ ഈ നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്ത് അനേക കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. അനേക സ്ത്രീകൾ കൊല്ലപ്പെടുന്നുണ്ട്, അനേക മനുഷ്യരവിടെ കൊല്ലപ്പെടുന്നുണ്ട്. എന്നാൽ അവരുടെ ജീവൻ്റെ മൂല്യം അത് കാണാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ജീവനെക്കുറിച്ച് വിലപിക്കുവാനോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അങ്ങോട്ടേക്കൊരു സാഹസിക യാത്ര നടത്തുവാനോ ആർക്കും നേരമില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തുകൊണ്ടാണ് ഈ ഒരു നിലയിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഇവർക്ക് വരുന്നത്? അതായത് നൈജീരിയയിലെ മരിച്ചു വീഴുന്ന ജനങ്ങളുടെ ജീവന് വിലയില്ല, എന്നാൽ പാലസ്തീനിൽ മരിച്ചു വീഴുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും മറ്റു മനുഷ്യരുടെയും ജീവന് വിലയുണ്ട്. അല്ലെങ്കിൽ അത് ഉയർത്തിപ്പിടിച്ച് ചർച്ച ചെയ്യാനായിട്ട് ആൾക്കാർക്ക് എല്ലാവർക്കും താല്പര്യമാണ്, അല്ലെങ്കിൽ ആ വിഷയവുമായിട്ട് രംഗത്തേക്ക് വരാൻ ആൾക്കാർക്ക് എല്ലാവർക്കും താല്പര്യമാണ്. എന്നാൽ നൈജീരിയയിൽ കൊല്ലപ്പെടുന്നതായിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ ജീവനെക്കുറിച്ച് വിലപിക്കുവാനോ അല്ലെങ്കിൽ അവിടെ കൊല്ലപ്പെടുന്നതായിരിക്കുന്ന മനുഷ്യരുടെ ജീവനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അവരുടെ പ്രശ്നം പരിഹരിക്കുവാനോ ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ്. താല്പര്യമില്ല എന്നത് പോട്ടെ, പകരം ആ വിഷയം എന്ത് ചെയ്യുന്നില്ല, ഉന്നയിക്കാൻ പോലും എന്ത് ചെയ്യുന്നില്ല, മടിയാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ വിഷയം കണ്ടതായിട്ട് നടിക്കുന്നേയില്ല. പലപ്പോഴും ചർച്ചകളിൽ ഈ വിഷയം വരാറില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഈ വിഷയം വേണ്ട. അതുപോലെ തന്നെ മറ്റ് ആക്ടിവിസ്റ്റുകൾക്ക് ഈ വിഷയത്തിൽ താല്പര്യമില്ല. അവർക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ ഗാസ, അതുപോലെ തന്നെ പാലസ്തീൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർക്ക് താല്പര്യം എന്നുള്ളതാണ്. എന്നാൽ ഇത് കാണാതെ പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യൻ്റെ ജീവൻ്റെ വില എന്ന് പറയുന്നത് എന്താണ്, അത് ഒരേ മൂല്യമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ആ മൂല്യത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ നൈജീരിയയിലെ ജീവനെയും കാണാതെ ഇരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ നൈജീരിയയിലെ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഏതാണ്ട് 2009 മുതലുള്ള കണക്കെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 50,000 മുതൽ 62,000 വരെയുള്ള ജനങ്ങൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് 2009 മുതലുള്ള കണക്കാണ്. 2025 മാത്രം കണക്കെടുത്ത് കഴിഞ്ഞാൽ 7,000-ഓളം വരുന്ന ക്രിസ്ത്യൻസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. 2025 മാത്രം. അതാണ്ട് ഒരു ദിവസം ഏതാണ്ട് 35 പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ദിവസം നൈജീരിയയിൽ കൊല്ലപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നോർത്തേൺ നൈജീരിയയിൽ. അവിടെയാണ് ഈ ക്രിസ്ത്യൻ മജോറിറ്റി ഏരിയ എന്ന് പറയുന്നതാണ് ഈ നോർത്തേൺ നൈജീരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് വരുന്നതായിരിക്കുന്ന ഫുലാനി എന്ന് പറയുന്ന ജിഹാദിസ്റ്റ് ഗ്രൂപ്പുകൾ ഈ ക്രിസ്ത്യൻസ് താമസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് വന്നിട്ട് അവിടെയുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അതുപോലെ മറ്റു മനുഷ്യരെയൊക്കെ വെടിവെച്ച് കൊല്ലുകയാണ്. അവർ വരുന്നത് മിഷ്യൻ ഗൺസുമായിട്ട് രാവിൻ്റെ മറവിൽ ബൈക്കിൽ വന്നിട്ട് വലിയൊരു കൂട്ടം, ഒരു വലിയ ചെന്നായ കൂട്ടം വരുന്നത് പോലെ വന്നിട്ട് ഇവരെ അങ്ങ് വെടിവെച്ച് കൊല്ലുകയാണ്. പിറ്റേ ദിവസം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കുറേ ജഡങ്ങൾ പാടത്തും പറമ്പിലും ഒക്കെ ആയിട്ട് കിടക്കുന്നതാണ്. വീടുകളിലൊക്കെ തീയിട്ട് ചുടുക, അവരുടെ കുടിവെള്ള സ്രോതസ്സുകളൊക്കെ മാലിന്യം കലർത്തുക, ഇങ്ങനെയുള്ള പരിപാടികൾ, അത് അവരുടെ കൃഷി നശിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഫുലാനികൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറേ കാലങ്ങളായിട്ട് നടന്നു വരുന്ന കലാപരിപാടിയാണ്. പലപ്പോഴും ഈ ലോകത്തിൻ്റെ മുന്നിലേക്ക് ഈ പ്രശ്നം എന്ത് ചെയ്യുന്നില്ല, ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ്. കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ക്രിസ്മസ് ഈവിന് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ വന്നിട്ട് ഇതുപോലെ തന്നെ ഈ ഫുലാനി ജിഹാദിസ്റ്റുകൾ വന്നിട്ട് അനേകം പേരെ എന്ത് ചെയ്തു, കൊന്നുകളഞ്ഞു എന്ന് കാണാനായിട്ട് സാധിക്കും. ഇപ്പോഴും ഈ വിഷയം സജീവമായിട്ട് വരികയാണ്. കാരണം കഴിഞ്ഞിടക്ക് നടന്നതായ വൈറലായ ഒരു സ്പീച്ചാണ്.
അതായത് ബറിയൽ ചടങ്ങിൽ, അതായത് ഈ ശവസംസ്കാര ചടങ്ങിൽ ഒരു പാസ്റ്റർ പ്രസംഗിക്കുകയാണ്. ആ പാസ്റ്റർ പറയുന്ന കാര്യം, ഞാൻ എല്ലാ ദിവസവും ഈ ശവസംസ്കാര ചടങ്ങ് ചെയ്ത് ഞാൻ മടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത്, ഞാൻ ഈ പ്രസംഗിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ, ലോകം കാണുന്നില്ലേ, UNO നിങ്ങൾ കാണുന്നില്ലേ, ഡൊണാൾഡ് ട്രംപ് നിങ്ങൾ കാണുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് രക്ഷിക്കണം എന്നാണ് പറയുന്നത്. കാരണം ഈ ഫുലാനികളെന്ന് പറയുന്നവരെന്ത് ചെയ്യുന്നു, ക്രിസ്ത്യൻസിനെ ഡയറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ഇവിടെ കൊന്ന് മുടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ളത്. ഒരു വംശനാശം വരുത്തുവാനായിട്ട് എന്ത് ചെയ്യണം, ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2025 മാത്രം കണക്കെന്ന് പറഞ്ഞാൽ 7000-ഓളം വരുന്ന മനുഷ്യർ അവിടെ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് 2025 കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും തീവ്രമായിരിക്കുന്നതായ ഒരു സാഹചര്യത്തിലൂടെയാണ് നൈജീരിയയിലെ ക്രൈസ്തവർ കടന്നു പോകുന്നത്. നൈജീരിയയിലെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്ന ഭൂരിഭാഗം പേരും ഈ കർഷകരാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഫുലാനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കന്നുകാലികളെയൊക്കെ മേയിച്ച് നടക്കുന്ന ഒരു വിഭാഗമാണ്, നൊമാഡിക്കുകളായിട്ട് നടക്കുന്ന വിഭാഗമാണ്. പക്ഷേ അവർ വളരെ വലിയ ഒരു ഗോത്ര വിഭാഗമാണ്. ഈ ഗോത്രം എന്ന് പറയുന്നത് വെസ്റ്റ് ആഫ്രിക്ക മുഴുവൻ ഏതാണ്ട് പരന്നു കിടക്കുന്നതായിരിക്കുന്ന ഒരു ഗോത്ര വിഭാഗമാണ് ഇവർ ഈ ഫുലാനി എന്ന് പറയുന്നത്. ഭരണകാര്യങ്ങളിലൊക്കെ വളരെ സ്വാധീനമുള്ള ഒരു വിഭാഗം കൂടിയാണ്. കാരണം വലിയൊരു ജനവിഭാഗമാണിത്, വലിയൊരു ഗോത്ര വിഭാഗമാണ് ഈ ഫുലാനി എന്ന് പറയുന്നത്. ഈ നൈജീരിയയിൽ മാത്രമല്ല മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇവരുടെ സാന്നിധ്യമുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിൽ മജോറിറ്റിയും ഇസ്ലാം മതവിശ്വാസികളാണെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 18-19 നൂറ്റാണ്ടുകളിലാണ് ഇവർ കൂടുതലായിട്ടും ഈ ട്രൈബ് കൂടുതലായിട്ടും ഇസ്ലാമിലേക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. നൈജീരിയയിലെ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ നോർത്തേൺ പാർട്ടിൽ അധികവും അധിവസിക്കുന്നത് ക്രിസ്ത്യൻസ് ആണെന്ന് കാണാനായിട്ട് സാധിക്കും. ഉള്ള ഭാഗത്തേക്ക് വരുമ്പോഴേക്കും അവിടെ കൂടുതലും മുസ്ലിംസ് ആണ് എന്ന് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ക്രിസ്ത്യൻസ് അവിടെ തീരെ മൈനോറിറ്റി ഒന്നുമല്ല, ഏതാണ്ട് അടുത്തടുത്ത് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ പോപ്പുലേഷൻ വരുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. എന്നാൽ കൂടുതലും മുസ്ലിംസ് ആണെന്ന് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനത്തെ ഒരു രീതിയായിരുന്നിട്ട് കൂടിയും അവിടെ വേട്ടയാടപ്പെടുന്നവരായിട്ട് ക്രിസ്ത്യൻസ് അവിടെ മാറുകയാണെന്നുള്ളതാണ്. എന്നാൽ ഈ ഫുലാനികളും ക്രൈസ്തവരും തമ്മിലുള്ള ഈ പ്രശ്നത്തെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. ഇത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു, ഈ ഫാമേഴ്സും അതുപോലെ തന്നെ ഈ കന്നുകാലികളെ വളർത്തുന്ന ഈ ഇടയന്മാരും തമ്മിൽ എന്താണ് ഉള്ള ക്ലാഷാണ് എന്നുള്ള നിലയിലാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. ഈ ഫുലാനി ഗോത്രക്കാരുടെ കന്നുകാലികളും മറ്റും ഈ കർഷകരുടെ കൃഷിയിടത്തിൽ വരുന്നു, അവരുടെ കൃഷി നശിപ്പിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ കർഷകർ ഈ കന്നുകാലിനെ ഉപദ്രവിക്കുകയോ പിടിച്ചു വെക്കുകയോ കൊന്നുകളയുകയോ ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള, രണ്ട് വിഭാഗക്കാർ തമ്മിലുള്ള യുദ്ധം അല്ലെങ്കിൽ ക്ലാഷ്, ഇതാണ് ഇതിന് കാരണമെന്നുള്ള നിലയിലാണ് പറയുന്നത്. അപ്പോൾ അതിന് കാരണമായിട്ട് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കന്നുകാലികൾക്ക് വേണ്ടത്ര എന്തില്ല, പുല്ലും കാര്യങ്ങളും ഒന്നും കിട്ടാതെ വരുന്നു ഈ ക്ലൈമറ്റ് ചേഞ്ചും മറ്റുമൊക്കെ കൊണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി വരുന്നു. അപ്പോൾ ഈ ഫാമേഴ്സ് ഈ പറയുന്ന കൃഷിയിടങ്ങളിലേക്ക് വരുന്നു. ആ കൃഷിയിടത്തിലെ അവിടെ വളർന്നു നിൽക്കുന്നതൊക്കെ ഈ കന്നുകാലികൾ തിന്നുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കർഷകർ ശ്രമിക്കുമ്പോഴേക്കും എന്താണ്, തങ്ങളുടെ കന്നുകാലികൾക്കുള്ള തീറ്റ ഇവർ മുടക്കുന്നു എന്നുള്ള നിലയിൽ കർഷകരെ ആക്രമിക്കുന്നു, അങ്ങനെ കർഷകരെ കൊല്ലുന്നു. ഇതൊക്കെയാണ് പലരും അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതെന്നാൽ വാസ്തവം ഇതല്ല എന്നുള്ളതാണ്. ഫുലാനികൾ പലപ്പോഴും ഇത് ബോധപൂർവം ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള അവസരങ്ങളെ അവർ മുതലെടുത്തുകൊണ്ട് അവരുടെ ക്രൈസ്തവരായിരിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം നമുക്കറിയാം ഈ കന്നുകാലികളെ മേയ്ക്കാൻ വരുന്നവൻ്റെ കയ്യിൽ എങ്ങനെയാണ് AK-47 ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മെഷീൻ ഗൺ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ബോധപൂർവമായിട്ടൊരു വലിയ ഗ്യാങ്ങായിട്ട് തോക്കുമായിട്ട് വന്നിട്ട് ഗ്രാമങ്ങൾ തോറും കയറി ഇറങ്ങി വെടിവെച്ച് കൊല്ലുന്നതായിരിക്കുന്ന ഈ ഹമാസ് ഇസ്രായേലിൽ ചെയ്ത പോലുള്ള രീതി ചെയ്യുന്നത് ഈ സാധാരണക്കാരായിരിക്കുന്ന കന്നുകാലികളെ മേയ്ക്കുന്ന നടക്കുന്ന ഇടയന്മാരാണോ? അപ്പോൾ അതല്ല എന്ന് കാണാനായിട്ട് സാധിക്കും. ഇത് ബോധപൂർവമായിട്ട് മെഷീൻ ഗൺസുകൾ കൊടുത്തിട്ട് ഈ അതായത് ക്രിസ്ത്യൻ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ ചെന്നിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് ഡെലിബറേറ്റ് ആയിട്ട് ബോധപൂർവം ചെയ്യുന്നതായിരിക്കുന്ന കാര്യമാണിത്. അതിൻ്റെ ഫലമായിട്ടാണ് എല്ലാ ദിവസവും ഏതാണ്ട് 35 പേരെന്ന നിലയിൽ ഈ 2025 ക്രിസ്ത്യാനികൾ അവിടെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുതന്നെയാണ് ആ പാസ്റ്ററും പറയുന്നത്. ഇവിടെ ബോധപൂർവമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ നൈജീരിയയിലെ ക്രിസ്ത്യൻസിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അവരുടെ ചർച്ചുകൾ എന്ത് ചെയ്യുന്നു, തകർക്കുന്നു, സ്ത്രീകളെ കൊല്ലുന്നു, കുട്ടികളെ കൊല്ലുന്നു, പിന്നെ സ്കൂളുകൾ ആക്രമിക്കുന്നു. ഈ 2009 മുതലുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ ബൊക്കോ ഹറാമും അതുപോലെ തന്നെ മറ്റ് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഈ ഫുലാനി ഉൾപ്പെടെയുള്ള അവർ കൊന്നിരിക്കുന്നവരുടെ എണ്ണമാണ് പറഞ്ഞത് 50 മുതൽ 62,000 പേരെയാണ് ഇവർ പല ഗ്രൂപ്പുകളായിട്ട് അങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നൈജീരിയയിൽ നടക്കുന്നതായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 36ഓളം സ്റ്റേറ്റുകളും അതുപോലെ തന്നെ 774 ലോക്കൽ ഗവൺമെൻറ് ഏരിയാസും ഉള്ള ഒരു പ്രദേശമാണ്, ഒരു രാജ്യമാണ് ഈ നൈജീരിയ എന്ന് പറയുന്നത്. അബൂജയാണ് അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആർക്കാണ് കൂടുതൽ ഭരണപരമായിട്ട് സ്വാധീനം എന്ന് പറഞ്ഞാൽ
മജോറിറ്റി ആയിട്ടുള്ള ഈ ഫുലാനിക്ക് തന്നെയാണ്. ഫുലാനികളാണ് പലപ്പോഴും അവിടുത്തെ ഭരണം കൈയാളുന്നതും വളരെ സ്വാധീനമുള്ള ആൾക്കാരും എന്ന് പറഞ്ഞാൽ ഫുലാനികളാണ്. ഈ ഭരണത്തിലുള്ളവർ തന്നെയാണ് പലപ്പോഴും ഈ ഫുലാനികൾക്ക് വേണ്ടുന്ന പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ഇനി ഏതെങ്കിലും ടെററിസ്റ്റ് ഗ്രൂപ്പ് ഈ ഫുലാനി ജിഹാദിസ്റ്റുകളെ പിടിച്ചാൽ തന്നെ അവരെ വിട്ടയക്കണമെന്ന് വാദിക്കുന്നത് പോലും ഈ ഭരണത്തിലുള്ളവർ തന്നെയാണ്. അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. ഇത്രയും മനുഷ്യരെ ഈ വർഷങ്ങൾക്കിടയിൽ കൊന്നിട്ട് ഈ ഫുലാനികളെ ഇല്ലാതാക്കാനോ അവരുടെ ഈ പറയുന്ന അക്രമത്തെ അടിച്ചമർത്താനോ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് ഏകപക്ഷീയമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഫുലാനികളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മരണക്കണക്കുകൾ എന്ന് പറയുന്നത്. ഇത്രയധികം പേര് നൈജീരിയയിൽ മരിച്ചിട്ട് ഒരാൾ പോലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഈ ഗ്രെറ്റ തൻബർഗ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അതിലേക്കൊരു സാഹസിക യാത്ര നടത്താനായിട്ട് അവർ തയ്യാറാകുന്നില്ല. അവിടെ പോയി നിരാഹാരം നടത്താനായിട്ട് തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് എത്രയോ സങ്കടകരമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇത് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവനുകളെക്കുറിച്ചുള്ള സങ്കടമാകാം. ജീവനുകൾ പൊലിയുന്നതും പട്ടിണി കിടക്കുമ്പോഴൊക്കെയും മനുഷ്യന് അവരെക്കുറിച്ച് മനസ്സലിവ് ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമാണ്, നല്ല കാര്യമാണ്. എന്നാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും അത് ഉണ്ടാകണമെന്നുള്ളതാണ്. അല്ലാതെ അറേബ്യൻ പെനിൻസുലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കുന്ന മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിനോട് മാത്രമുള്ള മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത് അത് മനുഷ്യ സ്നേഹമല്ല എന്ന് കാണാനായിട്ട് സാധിക്കും. അതെന്തോ പ്രത്യേകമായിരിക്കുന്ന അജണ്ട അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മാത്രം പ്രത്യേക പരിഗണന വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആഫ്രിക്കയിൽ ജനങ്ങളെ കാണാതെ പോകുന്നത്, നൈജീരിയയിലെ ജനങ്ങളെ കാണാതെ പോകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ യാഥാർത്ഥ്യങ്ങളെ പരിശോധിക്കുമ്പോൾ പലപ്പോഴും യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. നൈജീരിയയിലെ കുട്ടികൾ മരിക്കുന്നുണ്ട്, സ്ത്രീകൾ മരിക്കുന്നുണ്ട്, ഗർഭിണികൾ മരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂളുകൾ ബൊക്കോ ഹറാം എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ ശത്രുക്കളാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല. പാശ്ചാത്യ വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്കൂളുകൾ ആക്രമിക്കുക, അവിടുത്തെ കുട്ടികളെ എന്ത് ചെയ്യുക, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, ആ കുട്ടികളിൽ എന്ത് ചെയ്യുക, ലൈംഗിക അടിമകളാക്കുക, അല്ലെങ്കിൽ അവരെ ഭാര്യമാരാക്കുക, അതിലൂടെ സന്താനങ്ങളെ ജനിപ്പിക്കുക. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഇവിടെ ആഫ്രിക്കയിൽ നടക്കുന്നതാണ് ബൊക്കോ ഹറാം ചെയ്യുന്നതായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ബൊക്കോ ഹറാം തന്നെ ഈ പറഞ്ഞ ഈ നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫുലാനി വേറെയും ഗ്രൂപ്പുകളുണ്ട് പല നിലകളിൽ. അപ്പോൾ ഇതിനെയൊന്നും അടിച്ചമർത്താനായിട്ട് ഒരു ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭരണകൂടം ഇവർക്ക് മൗനസമ്മതം നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല UN ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. UN എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കുന്ന സമയത്ത് അതിൽ നിന്നും വോക്കൗട്ട് നടത്തിയതായിരിക്കുന്ന ആൾക്കാരുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ വാർ ക്രിമിനലായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ നടക്കുന്ന രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഉണ്ട്. എന്നാൽ ആ രാജ്യങ്ങൾക്ക് ആർക്കും ഈ 62,000-ഓളം വരുന്ന നൈജീരിയൻ ക്രൈസ്തവർ നൈജീരിയയിൽ മരിച്ചിട്ട്, അത് ടെററിസ്റ്റുകളാൽ മരിച്ചിട്ട്, അവരെക്കുറിച്ച് വിലപിക്കുവാനോ അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച ചെയ്യാനോ പോലും UN തയ്യാറാകുന്നില്ല. കാര്യമായിട്ട് ഇടപെടാൻ UN തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത്. ഇനി ഈവൻ അമേരിക്ക പോലും തയ്യാറാകുന്നില്ല എന്ന് പറയുന്നതാണ് അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ പാസ്റ്റർ പ്രസംഗിക്കുന്ന സമയത്ത് പറയുന്നത്, ട്രംപിനോട് പറയുന്നത്, ട്രംപ് എന്ത് ചെയ്യണം, ഇതിലിടപെടണം എന്നാണ് പറയുന്നത്. കാരണം അത് അവരെ അനുഭവിക്കുന്നതായ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ എല്ലാ ദിവസവും ഈ ശവസംസ്കാര ചടങ്ങ് നടത്തി ഞാൻ മടുത്തു എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജഡം കണ്ട് എന്ത് ചെയ്തു, ഞാൻ മടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം അത് സംസാരിക്കുമ്പോൾ അവിടെ ശവപ്പെട്ടിയിലായ അനേകം പേരുണ്ട്, അവിടെ കാണാൻ സാധിക്കും. ഏതാണ്ട് 13 14 അതിന് മേലെയോ ആൾക്കാർ അവിടെയുണ്ട്. അവരെ പെട്ടിയിലാക്കി കുഴിയിൽ വെച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇത് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് നൈജീരിയ അഭിമുഖീകരിക്കുന്നതായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും ഇത് നമ്മളുടെ മലയാള മാധ്യമങ്ങൾ എവിടെയെങ്കിലും ഈ ഒരു നൈജീരിയയിലെ കൂട്ടക്കൊല, ഫുലാനികൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത്രയും പേരെ ഈ കഴിഞ്ഞ ദിവസം ഒക്ടോബറിൽ കൊന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ക്രിസ്മസ് ഈവിൽ കൊന്നു എന്നുള്ള നിലയിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകമാധ്യമങ്ങളെ പോലും ചർച്ച ചെയ്യുന്നത് പലപ്പോഴും ഇദ്ദേഹം ഈ പാസ്റ്ററിൻ്റെ പ്രസംഗം വൈറലായ ശേഷം പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അല്ലാതെ ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ മനുഷ്യ സ്നേഹവും നമ്മളുടേതായിരിക്കുന്ന മാനവികതയൊക്കെ സെലക്റ്റീവ് ആകാനായിട്ട് പാടില്ല. പകരം എന്ത് ചെയ്യുക, എല്ലാവർക്കും തുല്യമായിരിക്കുന്ന മൂല്യം കൽപ്പിക്കണം എന്നുള്ളതാണ് ഇതിൽ കാണാനായിട്ട് കഴിയുന്നത്. ഈ ഗ്രെറ്റ തൻബർഗ് ആയാലും മറ്റ് ആക്ടിവിസ്റ്റുകളായാലും മനുഷ്യസ്നേഹികളായാലും അവരുടെ കണ്ണുകൾ എങ്ങോട്ടുകൂടി പോകണം, നൈജീരിയയിലെ ജനങ്ങളെ കൂടി കാണണം. അവിടെ മരിച്ചു വീഴുന്ന ക്രൈസ്തവരെക്കുറിച്ച് കൂടി വിലപിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ്. എന്നാൽ ക്രൈസ്തവരുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ക്രൈസ്തവരെ മുച്ചൂട് മുടിക്കാനായിട്ട് ശ്രമിച്ച ആളാണ് ഈ നീറോ എന്ന് പറയുന്ന ചക്രവർത്തി. നീറോ മാത്രമല്ല, പിന്നീട് വന്ന പല
രാജാക്കന്മാരും സാമ്രാജ്യങ്ങളും ഒക്കെ ക്രൈസ്തവരെ മുടിച്ചു കളയാനായിട്ട് ശ്രമിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നോർത്ത് കൊറിയയിൽ ക്രൈസ്തവരുണ്ട്, പക്ഷേ അറിയാൻ പാടില്ല, നമുക്ക് അതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ എവിടെയുണ്ട്, ചൈനയിലുണ്ട്, ഏകാധിപത്യ രാജ്യങ്ങളിലൊക്കെ ക്രൈസ്തവത വളർന്ന ചരിത്രമാണുള്ളത്. കാരണം അവരെ മുടിക്കാനായിട്ട് ശ്രമിക്കും തോറും അവർ ചത്ത് വളരുന്ന ഒരു വല്ലാത്തൊരു മതവിഭാഗമായിട്ട് മാറുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അത് അവരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നൈജീരിയയിലും ഇതൊന്നും അസ്തമിച്ചു പോകാനായിട്ട് പോകുന്നില്ല. കൊന്നു മുടിച്ച് കളയാമെന്ന് വിചാരിച്ചാൽ അവിടെയൊക്കെ വളർന്ന ചരിത്രമാണ് ക്രിസ്ത്യാനിറ്റിക്കുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.